അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നോമ്പിനെ കുറിച്ച് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം, നോമ്പിൻ്റെ വിധി, നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ നിബന്ധനകൾ എന്നതിനെക്കുറിച്ച് അല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. നോമ്പ്, അതായത് അറബിയിൽ സൗമ് എന്നാൽ വിട്ടു നിൽക്കുക എന്നാണ് ഭാഷാർത്ഥത്തിൽ. എന്നാൽ ശരീഅത്ത് പ്രകാരം മതപരമായ ഇബാദത്ത് എന്ന നിയ്യത്തോടുകൂടി പ്രഭാത ഉദയത്തിൽ നിന്ന് സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങളിൽ നിന്നും ശാരീരിക സുഖങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ പൂർവികന്മാരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിധി നിർബന്ധമാണ്. ഹിജ്റ 2-ാം വർഷം ഇത് മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 9 റമദാനിലെ നോമ്പ് നിർവഹിക്കുകയുണ്ടായി. ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ശ്രേഷ്ഠത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരൻ്റെ വായിലൂടെ വരുന്ന വാസന ലഖലൂഫു ഫമി സ്വായിം അത്യബു ഇൻദല്ലാഹി മിൻ റിഹൽ മിസ്ക് യൗമൽ ഖിയാമ. ഒരു നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന വാസന ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നോമ്പ് നോൽക്കുന്ന, റമദാനിലെ നോമ്പ് നോൽക്കുന്ന അല്ലെങ്കിൽ നോമ്പുകാരൻ്റെ സ്വർഗത്തിലെ പ്രവേശം റയ്യാൻ എന്ന വാതിലിലൂടെ ആയിരിക്കും. മൂന്നാമത്തത്, ഖുർആനും നോമ്പും അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ നോമ്പുകാരന് വേണ്ടി ശഫാഅത്ത് നടത്തും. ശുപാർശ നടത്തുന്ന നോമ്പ് പറയും, അള്ളാഹുവെ, ഞാൻ ഇവനെ പാനീയങ്ങളിൽ നിന്നും ശാരീരിക സുഖങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തി, അതുകൊണ്ട് എൻ്റെ ശുപാർശ ഇവൻ്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ. ഇങ്ങനെയുള്ള മഹത്വമുള്ള റമദാനിലെ നോമ്പ് നമുക്ക് ആഗതമായിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ നമുക്ക് നിർബന്ധമാക്കിയത് നമ്മളെല്ലാവരും അത് നിർവഹിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഈ നോമ്പിന് 2 അടിസ്ഥാന റുക്നുകളുണ്ട്. ഒന്നാമത്തത് നിയ്യത്ത്. ഫജ്റിന് മുമ്പായിക്കൊണ്ട് നിയ്യത്ത് കരുതാത്ത ഒരു വ്യക്തിയുടെ നോമ്പ് സ്വീകാര്യമല്ല. രണ്ടാമത്തത്, പ്രഭാത ഉദയത്തിൽ നിന്ന് സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പ് നാം നിർവഹിക്കാനും അതുപോലെ തന്നെ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രതിഫലാപേക്ഷയോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.